അച്ഛൻ്റെ ആഗ്രഹം എന്തൊക്കെയാ? വെറുതെ നടക്കാത്ത ആഗ്രഹങ്ങൾ വിചാരിച്ച് എന്തിനാണ് വിഷമിക്കുന്നത്? അച്ഛൻ പറയാച്ചാ നടക്കോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ. എന്തിനാണ് മക്കളെ വെറുതെ പറ. ഞാനേ ഒന്ന് ആലോചിക്കട്ടെ. മതി, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് ഞാൻ പറയാം. ഈ വീട്ടിലെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒരാളുടെ ആഗ്രഹം ഇങ്ങനെ നടത്തി കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കറക്റ്റ് ടൈമിംഗ് ആണല്ലോ മോനെ. നിനക്കേ ഈ ബക്കറ്റ് ലിസ്റ്റ് വിഷസ് അങ്ങനത്തെ ഇതൊന്നുമില്ല? ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തുവാ? ഈ നമ്മൾ ഈ ഫുഡിന്റെ വ്ളോഗ് കാണൂലേ, അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ എനിക്കും പോയി അതേപോലെ കഴിക്കണമെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ മോനെ ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പർ എടുത്തിട്ട് നിന്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് ചേച്ചിക്ക് എന്തിന് താടാ. ഓ തരാല്ലോ. സാധിച്ചു തരാനാണോ? സാധിച്ചു തരാൻ പറ്റിയത് എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിലോ? അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ അടുത്തും പറയണം, കുട്ടുപോൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരാഗ്രഹം ഇങ്ങനെ സാധിച്ചു കൊടുക്കുവാണെങ്കിലേ മക്കളെന്ന രീതിയിൽ നമുക്കതൊരു ജയമല്ല, അല്ലെങ്കിൽ പരാജയമാണ്. ഞാൻ ഉണ്ട് കൂടെ. വേറൊരു കാര്യം, എന്റെ ആഗ്രഹം സാധിച്ചു. എന്താഗ്രഹം? പറഞ്ഞ ഏത് ഫുഡിന്റെ കാര്യമോ? അല്ലാതെ വേറെ കുറെ ഉണ്ട്, ലിസ്റ്റ് ചെയ്ത് തരാം ഞാൻ. ഒരു മയത്തിലൊക്കെ എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ സ്മൂത്ത് ആയിട്ട് എഴുതി A4 ഷീറ്റ് വരെ. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം ഓക്കെ. നമ്മുടെ അപ്പൂപ്പിനും അമ്മൂമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണൂലേ? ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടൂ. നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടണ്ട. നമ്മൾ ഈ ആഗ്രഹങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അച്ഛൻ്റെ അമ്മ അടുത്തും പറയുന്നു, അവരെ കൊണ്ട് കൂട്ടിയേ കൂടുമല്ലോ. ആക്ച്വലി നല്ലൊരു ഐഡിയ ആണ്. ഇതൊരു കാര്യം ചെയ്യ്, ഞാൻ പടലത്ത് വിളിക്കാം, നീ നെയ്യാറ്റിൻകര വിളി. ഫോൺ അവിടെ. അപ്പൂപ്പോയി, ഞാനാ കേശുവാ. പിന്നെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹങ്ങളെ എനിക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ? ഇല്ല വേലത്തിലൊന്നും ഒപ്പിക്കാനല്ല. ഓ അപ്പൂ എഴുതിട്ട് പെട്ടെന്ന് അയച്ചു തരുമോ? ശരി അപ്പൂപ്പ. പിന്നെ ഇത് തൽക്കാലം അച്ഛൻ്റെ അടുത്തൊന്നും പറയണ്ട കേട്ടാ. ശരി. ആ മിഷൻ സക്സസ് ആയ സ്ഥിതിക്ക് അടുത്ത മിഷനിലേക്ക് കിടക്കാം. അമ്മൂമ്മ എത്തിയോ? ഓക്കെ. അമ്മൂമ്മേ, അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? വയസ്സാങ്കാലത്ത് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലെന്നാ. പിന്നെ അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മൂമ്മയുടെ നല്ല പ്രായത്തിൽ നടക്കാത്ത എന്തെങ്കിലുമൊക്കെ, വലുതോ ചെറുതൊക്കെ ആയിട്ടുള്ളത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചാ. വേറെ ഒന്നിനും അല്ല, ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനാ. റബ്ബർ പാൽ ഒഴിക്കണ ബക്കറ്റ് അല്ല, ബക്കറ്റ് ലിസ്റ്റ്. ആഗ്രഹങ്ങളൊക്കെ എഴുതിയ ഇത്. അത് തന്നെ. പിന്നെ അമ്മൂമ്മ 100 ചോദ്യം ഒന്നും ചോദിക്കല്ലേ, ഞാൻ പറഞ്ഞ കാര്യം അതങ്ങ് ഇതാക്കിത്താ, എഴുതിത്താ, ഇതൊരു ഫോട്ടോ അയക്ക്. പിന്നെ അപ്പൂപ്പൻ്റെ ആഗ്രഹങ്ങളും ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് എഴുതിത്താട്ടാ, അമ്മയുടെ അടുത്ത് പറയണ്ട. ഓക്കെ, ഇപ്പൊ തന്നെ അയക്കണേ. ശരി. കേശുവേ, ഇപ്പോഴാടാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള തോന്നലൊക്കെ വരണേ? എനിക്ക് എന്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ ലച്ചു. കള്ളലക്ഷണോ? ഇല്ല. എന്താ ലച്ചു വിളിച്ചാ? ഓ അത് ശരി, ഞാൻ ചോദിക്കാന്നാ. ഓക്കെ. അമ്മൂമ്മനെ വിളിച്ചായിരുന്നാ? അമ്മൂമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാ? അമ്മൂമ്മയുടെ മാത്രമല്ല, ഞങ്ങൾക്ക് അമ്മയുടെ ആഗ്രഹവും വേണം. എന്തിന്? അത് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് അതമ്മ ഈ ബക്കറ്റ് ലിസ്റ്റേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ എഴുതിയൊരു പേപ്പറിൽ എഴുതിയിട്ട്, അതിപ്പോൾ നമ്മളെ കൂടെ നടത്തി കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിലും നടത്തി കൊടുത്തി കഴിഞ്ഞാൽ അത് സന്തോഷമല്ലേ അമ്മ? അത് സന്തോഷമുള്ള കാര്യം തന്നെ.
ഇത് ആരുടെ ഐഡിയ ആണ്? ചീത്ത പറയില്ലെങ്കിൽ എൻ്റെ ഐഡിയ. നിന്റെ അല്ല എന്തായാലും. സിദ്ധുവിൻ്റെ. അങ്ങനെ പറ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.